പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ മനുഷ്യജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കലച്ചൻ നിർദ്ദേശം നൽകുന്നതാണ്. സ്നേഹം നിറഞ്ഞ പനക്കലച്ച, എൻ്റെ പേര് അമൽ, എറണാകുളം സ്വദേശിയാണ്. ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. മുൻപൊക്കെ നന്നായി പഠിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ എല്ലാ കാര്യത്തിലും പിന്നോട്ടാണ്. സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ ഒരു കൂട്ടുകെട്ടിൽ പെട്ടുപോയത്. ഞാനിപ്പോൾ ലഹരിക്ക് അടിമയാണ്. അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ക്ലാസ്സിൽ പോലും കയറാറില്ല. എല്ലാ നേരവും കോളേജിൻ്റെ പുറത്തെ ഹോസ്റ്റലിലാണ്. അവിടെ എല്ലാ ലഹരി വസ്തുക്കളും സുലഭമായി ലഭിക്കും. എനിക്കിതിൽ നിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കുന്നില്ല. വീട്ടുകാരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ സങ്കടമാണ്. എനിക്കിതിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛ? ഉചിതമായ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അമൽ. ലഹരിക്കടിപ്പെട്ട് പോയ അമൽ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ സങ്കടം നിറഞ്ഞ ഒരു കത്താണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അമൽ കോളേജിൽ പഠിക്കുന്നു, കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടിരിക്കുന്നു. അങ്ങനെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥ ആ ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്ന ദയനീയമായ സ്ഥിതിയാണ്. ഇത് അമൽ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന്. അത് ഒരു ചെറിയ നിസ്സാരമായ ഒരു അറിവല്ല. അത് ദൈവം ആ മകനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അറിവ് അവൻ്റെ ഉള്ളിൽ വന്നത്. എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന ഈ അറിവ് സ്വർഗത്തിലെ ദൈവം കൊടുത്ത ഒരു വെളിപാടിൻ്റെ അറിവായിട്ട് തന്നെ അതിനെ കാണണം. സാധാരണ രീതിയിൽ ലഹരി കഴിക്കുന്നവർക്കൊക്കെ അവർ തിരിച്ചറിയും, എനിക്കിതിനകത്ത് മോചനം പ്രാപിക്കാൻ സാധിക്കുകയില്ല, ഞാൻ തകർന്നു, ഇനി എനിക്കൊരു ജീവിതമില്ല, ഭാവിയില്ല എന്നൊക്കെയുള്ള തന്നെ എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന ആ ഒരു ബോധത്തിലേക്കാണ് അവർ എത്തിച്ചേരുക. അപ്പോൾ അങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന ചിന്തയിലിരിക്കുമ്പോൾ അവരെ നന്നാക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരോ മറ്റുള്ളവരോ ഇവരോട് പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്, നീ ഗുണം പിടിക്കുകയില്ല, നിൻ്റെ ജീവിതം പൊളിഞ്ഞു, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നശിച്ച് വെണ്ണീറാകും എന്നൊക്കെ അവരോട് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവരിലുള്ള ആ ആത്മബലം വീണ്ടും അവർക്ക് നഷ്ടപ്പെടുകയാണ് സംഭവിക്കുക. അപ്പം അതുകൊണ്ട് അവരുടെ ആത്മബലത്തെ കടത്തിക്കളയുന്ന ഒരു വാചകവും അവരെ സഹായിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുവനോട് നീ നന്നാവില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ പരാജയം കൂടുതൽ ആഴത്തിലാവും. നീ അതോടെ തീർന്നു, നശിച്ചു, ഇനി നിനക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല. അപ്പം ശാപവാക്കുകളൊന്നും രക്ഷിക്കില്ല എന്ന്. പ്രത്യേകിച്ച് മദ്യപാനിയുടെ മുമ്പിൽ മദ്യപാനി മയക്കുമരുന്ന് തീരെ അങ്ങനെ അവരോട് പറയുന്നതുകൊണ്ട് ഫലമില്ല. ഇപ്പം നമ്മൾ എല്ലാ മദ്യപാനികളോടും സാധാരണക്കാരെല്ലാവരും പറയുന്നത് ഇത്തരം ശാപവാക്കുകളാണ്.
നിൻ്റെ കുടുംബം മുടിഞ്ഞു, നീ കണ്ടോ ഇതിൻ്റെ അകത്തുനിന്ന് നിൻ്റെ ജീവിതം ഒരു തീർന്നു എന്നൊക്കെ എന്ന് പറയുമ്പോൾ ആ ആത്മനിന്ദ കുറച്ചും കൂടി അവൻ്റെ ഉള്ളിൽ വളരുകയായിരിക്കും ചെയ്യുക. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് അവൻ പുറത്തു വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചനങ്ങൾ ലഹരിക്ക് അടിപ്പെട്ട് പോയവർ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഞാനത് വായിക്കാം. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. മകനെ ശ്രദ്ധിച്ച് കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്ത് പിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക. വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. എന്ത് വില കൊടുത്തും സത്യം നേടുക, അത് കൈവിടരുത്. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചമന്ന തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കളിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവർ എന്നെ പ്രഹരിച്ചു, എനിക്കേറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. ഒരു മദ്യപാനിയുടെ മാനസികമായ ഒരവസ്ഥ സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മുടെ മുമ്പിൽ വിവരിച്ചു വച്ചിരിക്കുകയാണ്. അതായത് അവൻ്റെ സ്വന്തം ശക്തി കൊണ്ട് അവനൊരിക്കലും പുറത്തു വരികയില്ല എന്ന കാര്യം അവന് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തി നിന്നുകൊണ്ട് അവരിൽ തന്നെയുള്ള ആശ്രയത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് പരിപൂർണമായി തന്നെ യേശുവിന് സമർപ്പിക്കുവാൻ തയ്യാറാകുക. ഈ അച്ഛൻ ഇത് വായിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് പാനപാത്രത്തിൽ വീഞ്ഞൊഴിക്കുമ്പോൾ അതിൻ്റെ നുരകളിലേക്ക് നീ നോക്കിയിരിക്കരുത് എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന കൂട്ടുകാരുടെ കൂടെ പോലും ഇരിക്കരുതെന്നാണ് ഇത് പറയണത്. അത് സൂചിപ്പിക്കുന്നുണ്ടത്. അതായത് മാത്രമല്ല, ഇപ്പോൾ സിനിമയിലും മറ്റേതൊക്കെ ഈ മദ്യപിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു ആവേശം, സ്വയം ഞാനൊരു കുറവുള്ളവനാണോ എന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതിൻ്റെ അത് പ്രഭാഷകൻ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നുക. അപ്പോൾ നമുക്ക് മദ്യപാനിക്ക് വേണ്ടത് ഒരു ആത്മധൈര്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒന്നാമതായിട്ട് എനിക്കിത് സാധിക്കുകയില്ല, എന്നാൽ എന്നിൽ വസിക്കുന്ന യേശുവിന് എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഈ ഒരു വിശ്വാസം ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ ഈ സഹോദരൻ ചെയ്യേണ്ടത് തന്നെ പൂർണ്ണമായി യേശുവിന് സമർപ്പിക്കുക എന്നതാണ്. ആ സമർപ്പണത്തിലൂടെ മാത്രമാണ് ഇത്തരം അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിപൂർണമായി യേശുവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നൊരു ബോധം, നീ നിൻ്റെതല്ല, നീ മുഴുവനായി യേശു ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അതെ, ഇപ്പം നീ യേശുവിൻ്റെതാണ്, യേശുവിൻ്റെ വകയാണ്. അപ്പം അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യുകയില്ല. കാരണം ഞാൻ എൻ്റെതല്ല. അങ്ങനെ നീ പൂർണ്ണമായി
യേശുവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിനക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സമാന തകർച്ചയിൽ കഴിയുന്നവരെയൊക്കെ യേശുക്രിസ്തുവിന് വേണ്ടി നേടണം എന്ന ഒരാഗ്രഹത്തിലേക്ക് നീ വരും. അപ്പോൾ നീ ഇനി എന്നെപ്പോലെ ആരും മദ്യപിച്ച് നശിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഉദാത്തമായ കാഴ്ചപ്പാടിലേക്കായിരിക്കും നീ കടന്നു വരിക. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലഹരിക്ക് അടിപ്പെട്ട് പോയവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. ലോകമെമ്പാടും ലഹരിക്ക് അടിപ്പെട്ട് കഴിയുന്ന സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് മാത്രമേ മദ്യപാനിക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. അതായത് ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷമത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണമെങ്കിൽ സമാനമായ ദുഃഖം അനുഭവിക്കുന്നവർക്കുടെ മോചനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അതെ, അതിൻ്റെ അകത്ത് ഉള്ളൊരു മറ്റൊരു കാര്യം, ഇപ്പോൾ കൂട്ടുകാർ ഇവനെ വിളിച്ചുകൊണ്ട് പോയി. ആ കൂട്ടുകെട്ട് ഇവന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ കത്തിലെഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ആ കൂട്ടുകാരുടെ സ്നേഹവും അവരുടെ സൗഹൃദവും കളയരുത്. അതുകൊണ്ട് അവരിൽ ഒന്നായി തീർന്ന് ആ സൗഹൃദം പങ്കിട്ട് മുന്നോട്ട് നീങ്ങുക. ഇതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടുകാരോട് നോ എന്ന് പറയാനായിട്ട് സാധിക്കുക എന്നതാണ് ഇവൻ ചെയ്യേണ്ടത്. ഇവൻ അതിന് പകരം മദ്യപാനത്തോട് നോ എന്ന് ഇവൻ പലപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലാകുന്നില്ല. അപ്പോൾ മദ്യം മയക്കുമരുന്നിനോടും വിട പറഞ്ഞാൽ പോരാന്ന്. അത് ഏത് കൂട്ടുവഴിയാണോ നമുക്ക് അവരോട് പറയാനായിട്ട് സാധിക്കണം. ഓക്കെ. അപ്പം അത് കൂട്ടുകാർ വിളിക്കുമ്പോൾ അറിയാതെ അടിമയെ പോലെ പോകുന്നു, അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം ഇത് കിടക്കുന്നത് മുഴുവനും ഇവൻ്റെ ഉപബോധ മനസ്സിലാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് ലഹരി നിർത്താൻ ആഗ്രഹിക്കുന്ന ഈ സഹോദരൻ ശാന്തമായി ഒരു കസേരയിൽ ഇരുന്ന് ഈശോയുടെ സാന്നിധ്യം കൊണ്ടുവന്നതിന് ശേഷം തന്നെ കുടിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവൻ്റെ മുഖം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ മുഖത്ത് നോക്കിയിട്ട് അവനോട് പറയണം, ഇത് തെറ്റാണ്, നീയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നു, നീ ഈ തിന്മയിൽ നീ മുന്നോട്ട് പോകുന്തോറും നീ നശിച്ചു പോകും. അപ്പം അതുകൊണ്ട് ഇനി നീ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് എന്ന് നീ മനസ്സിൽ അവൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുക. ഇത് തെറ്റാണ്, നീ ഇതിൽ നിന്ന് പിന്തിരിയണം. ഇത്രയും പറഞ്ഞിട്ട് നീ അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. മനസ്സിൽ, കർത്താവേ, എൻ്റെ ഈ കൂട്ടുകാരൻ ഇതിൻ്റെ അടിമയായി നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഫലമായി അവൻ എൻ്റെ ഒരു നല്ല കൂട്ടുകാരൻ അല്ലാതായി തീരുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് ഇവനെ ഈ വലിയ തിന്മയിൽ നിന്ന് ഇവനെ മോചിപ്പിക്കണമേ. അവരെ മുഖത്ത് നോക്കി അവരോട് വീണ്ടും പറയണം, കൂട്ടുകാരാ, നിൻ്റെ ഈ സ്വഭാവം നിനക്ക് എവിടെയൊന്നോ നിൻ്റെ അറിവില്ലായ്മ കൊണ്ട് കടന്നു വന്നതാണ്. അതുകൊണ്ട് നീ ഈ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിയണം. ഈശോയുടെ സ്വഭാവമേ നീ സ്വീകരിക്കാവുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, ഞാനിത് കുടിക്കുകയില്ല. ഞാൻ ഇന്നു മുതൽ യേശുവിൻ്റെ സ്വഭാവം പ്രകാശിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറും. ഈ ഒരു കാര്യത്തിൽ ഞാൻ നിന്നോട് സഹകരിക്കുകയില്ല. അങ്ങനെ മനസ്സിൽ ഈ ആരൊക്കെയായിട്ട് ഇവൻ കൂട്ടുകൂടി കുടിച്ചിട്ടുണ്ടോ അവരെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുന്നത്, ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ തിന്മയെ മാത്രം എതിർത്തിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആ തിന്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയുടെ മാനസാന്തരം കൂടി ഇതിൻ്റെ അവിഭാജ്യ ഭാഗമാണ്. അതെ, ഇവൻ്റെ ഈ ലഹരി ഉണ്ടാക്കിയ ഒരു പ്ലഷർ മാത്രമല്ല, അല്ല
ആ സുഹൃത്ത് ബന്ധമുണ്ട്. സുഹൃത്ത് ബന്ധത്തിൻ്റെ പ്ലഷർ കൂടി ചേർന്നതാണ് ഇവൻ്റെ ഈ മയക്കുമരുന്നിനുള്ള ആസക്തി. അതെ. അപ്പം അതുകൊണ്ട് എപ്പോഴെല്ലാം ആ കൂട്ടുകെട്ടിൻ്റെ പ്ലഷർ മെമ്മറിയിലേക്ക് വരുന്നോ അപ്പോഴെല്ലാം മയക്കുമരുന്നിലേക്ക് പോകും. ഇത് രണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ കൂട്ടുകെട്ട് പൊട്ടിക്കാനായിട്ട് അവരെ ദൈവം ഭാഗം സമർപ്പിച്ച് മദ്യം വഹിച്ച് പ്രാർത്ഥിക്കുക. പറഞ്ഞത് 100% ശരിയാണ്. കാരണം മയക്കുമരുന്ന് കഴിക്കുന്നവരും മദ്യപിക്കുന്നവരും എല്ലാം ഒരു മിനിമം ഒരു 10 കൊല്ലെങ്കിലും കൂട്ടുകൂടി മദ്യപിച്ചിട്ട് അതിൻ്റെ തീവ്രതയിൽ വരുമ്പോൾ മാത്രമേ അവർ ഒറ്റയ്ക്ക് മദ്യപിക്കാൻ ആരംഭിക്കണുള്ളൂ. അപ്പോൾ സുഹൃത്ത് ബന്ധത്തിലൂടെ അല്ലാതെ മദ്യപാനം ആരും പോയിട്ട് എനിക്ക് ഒരു പെഗ് വേണമെന്ന് പറഞ്ഞ് കുടിച്ച് ആരംഭിച്ചതായിട്ട് ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്ന് തോന്നണം എനിക്ക്. അപ്പം നമുക്ക് അത് മധ്യസ്ഥ പ്രാർത്ഥനയോടെ മാത്രമേ ഈ ചങ്ങല പൊട്ടുകയുള്ളൂ. ഓക്കെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ തെറ്റുകളെ അവരോട് ക്ഷമിക്കണമേ എന്ന് യേശുവോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തം കൊണ്ട് അവനെ കഴുകണമേ എന്ന് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തക്കടലിൽ അവനെ മുക്കി ഞാൻ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വാസ്തവത്തിൽ അവിടെ അത്ഭുതം നടക്കും. കാരണം അവന് വേണ്ടി വേറെ ആരും പ്രാർത്ഥിച്ച് കാണുകയില്ല. തന്നെയല്ല, കൂട്ടുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. കാരണം അതൊരു അടിസ്ഥാനപരമായ ബന്ധമാണെന്ന് മനുഷ്യരുടെ. അതായത് ഒരു മനുഷ്യൻ വലുതായി വരുമ്പോൾ കുടുംബത്തിൽ നിന്ന് സാമൂഹ്യ ജീവിതത്തിലേക്ക് കടക്കുന്ന പാലമാണ് സുഹൃത്തുക്കൾ. അപ്പോൾ എൻ്റെ അപ്പൻ പറയുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, കൂട്ടുകാർ നല്ലതല്ലേ മോനെ, നീ നശിച്ചു പോയി. അപ്പനെ ഞാൻ ധിക്കരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൻ പറഞ്ഞതിൻ്റെ ആഴെന്താണെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. മയക്കുമരുന്നോ മദ്യപാനമോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊരു ശൃംഖലയിൽ നിന്നാണ് നമ്മിലേക്ക് വന്നിട്ടുള്ളത്. ആ ശൃംഖല മുഴുവൻ പൊട്ടിക്കുമ്പോഴേ ഈ സ്വഭാവം നമ്മിൽ നിന്ന് മാറുകയുള്ളൂ. ഓക്കെ. ഈ കുട്ടിക്ക് അപ്പം അച്ഛൻ പറയണത് ഇങ്ങനെ അവനെ മനസ്സിൽ കണ്ട് അവനോട് പ്രാർത്ഥിക്കുക, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അതിലൂടെ ഇവനെ മോചനം. ആരൊക്കെ ഇവനെ കുടിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഓരോരുത്തരായി മനസ്സിൽ സാവധാനം കൊണ്ടുവന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കി മനസ്സിൽ പറയണം, ഞാൻ ഇനി കുടിക്കുകയില്ല, ഇത് തെറ്റാണ്. ആ സമയത്ത് അവന് പറയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇവൻ പറയുക, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ചങ്ങല പൊട്ടിക്കുക. അതിലൂടെ അവന് മോചനം പ്രാപിക്കുക. അതെ. സ്നേഹമുള്ളവരെ, അമൽ എന്ന കുട്ടിയുടെ ഈ പ്രതിസന്ധിയിൽ അച്ഛൻ നിർദ്ദേശിച്ച ആദ്യത്തെ കാര്യം ഇതാണ്. ഒരു മദ്യപാനം വരുന്നത് തന്നെ ഒരു തരം സ്വയം നിന്നേന്നാണ്. എനിക്ക് മൂല്യമില്ല, ഞാൻ നശിച്ചോട്ടെ എന്നതിൽ നിന്നാണ് ഈ ആത്മനിന്ദയെന്നാണ് ഇത് വരുന്നത്. പക്ഷെങ്കിലും ഇതിലേക്കുള്ള വഴി തെളിഞ്ഞു വരുന്നത് കൂട്ടുകാരിൽ നിന്നാണെന്നാണ് അച്ഛൻ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, അച്ഛൻ പറയണത്, ഈ ഒരു അനുഭവത്തെ സാക്ഷിയാക്കി അച്ഛൻ പറയണത്, ഇത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരിക്കൽ പോലും അവരെ നിന്ദിക്കുന്നതോ ശപിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ആയ ഒരു വാക്കുപോലും ചുറ്റുപാടുള്ളവരുടെ വായിൽ നിന്ന് വരരുത്. അങ്ങനെ വന്നാൽ അവരുടെ പ്രശ്നം സങ്കീർണമാകുകയാണ് ചെയ്യുക എന്ന് കൂടി അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. കൂടാതെ ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? മദ്യപാനത്തെയും മയക്കുമരുന്നിനെയും ഉപേക്ഷിച്ചാൽ ഒരുവന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അച്ഛൻ പറയണത്. കാരണം ഈ മദ്യവും മയക്കുമരുന്നും നമ്മിലേക്ക് കടന്നു വരുന്നത് ഒരു കൂട്ടുകാരനിലൂടെയാണ്. അത് പല തിന്മകളും അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, പല തെറ്റായ കാര്യങ്ങളും നമ്മിലൂടെ കൂട്ടുകാരിലൂടെ കടന്നു വരികയാണ്. അപ്പോൾ ആ കൂട്ടുകാരോട് ആ സമയത്ത് നമുക്ക് നോ എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിട്ടില്ലേ? അപ്പോൾ ആ കൂട്ടുകാരൻ്റെ സൗഹൃദത്തിൻ്റെ സന്തോഷത്തിൻ്റെ കൂടെയാണ് മദ്യവും മയക്കുമരുന്നും വരുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി അച്ഛൻ പറയുന്നത്, ഈ കൂട്ടുകാരനെ സ്വസ്ഥമായി സ്വന്തം ശരീരത്തെ
യേശുവിന് സമർപ്പിക്കുക. ഇനി മുതൽ ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് എന്ന് ആദ്യമേ ആത്മീയമായിട്ട് ഒരു ഒരുക്കം നടത്തണം. രണ്ടാമതായിട്ട് ഈ കൂട്ടുകാരനെ സ്വസ്ഥമായിരുന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഏറ്റവും ആദ്യം കുടിച്ചതോ മയക്കുമരുന്ന് കഴിച്ചതോ ആയ അനുഭവത്തെ, അവൻ ക്ഷണിച്ച അനുഭവത്തെ മനസ്സിൽ കാണുക. ആ സമയത്തെ കണ്ടുകൊണ്ട് അവനോട് ശാന്തമായി നമ്മൾ പറയണം, ഞാൻ കുടിക്കാനില്ല, ഈ കുടിക്കാൻ പോകുന്നത് തെറ്റാണ് എന്ന് അവനോട് നമ്മൾ മനസ്സിൽ പറയാണ്. അങ്ങനെ പറയുമ്പോഴാണ് ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മോചനം നേടാനായിട്ട് കഴിയുക. അങ്ങനെ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവൻ മധ്യസ്ഥം വഹിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ മാത്രമേ അവനെയും കൂടി രക്ഷിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് അച്ഛൻ അമലിനോട് നിർദ്ദേശിക്കുന്നത്. അച്ഛ, ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ ഈ സന്ദേശം അവരിൽ കൃത്യമായി മനസ്സിലാക്കണമേ എന്ന്, അവർക്ക് മാറ്റം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടുകാരുടെ അടിമത്തത്തിൽപ്പെട്ട് ലഹരിക്ക് അടിമയായിട്ട് കഴിയുന്ന അനേകം പേര് ഇന്നുണ്ട്. അവർ മനസ്സിലാക്കുക, അവർ കൂട്ടുകാരുടെ ഈ ബലഹീന പ്രകൃതിയുടെ അടിമയായിട്ടാണ് ഇവർ രൂപാന്തരപ്പെടുന്നത്. എന്നാൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൂട്ടുകാരുടെ മേൽ ഒരു അധികാരം നിനക്ക് ലഭിക്കും. നീ അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക. അപ്പോൾ നീ കൂട്ടുകാരുടെ മേൽ അധികാരമുള്ള, അവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറും. അങ്ങനെ തിന്മയ്ക്ക് അടിപ്പെട്ട് നശിച്ചൊടിക്കുന്ന പല കൂട്ടുകാരെയും യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്ന ആ ശുശ്രൂഷ നിനക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മദ്യം തരുന്നതിനേക്കാൾ വലിയ ആനന്ദം തരുന്ന അനുഭവമായി മാറും. ഈ അനുഭവം എല്ലാവർക്കും ലഭിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അത് അമലിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ആമേൻ. പനക്കരച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കരച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.